ട്രെയിലറിൽ പ്രാതിനിധ്യം കണ്ടതുപോലെ സാത്താൻ സേകറിൻ്റെ ഏരിയ കുറച്ച് കൂടിയിട്ടുണ്ട്. ആ ക്യാരക്ടർ കഥയിൽ നിർണായകമായ ഒരു ഏരിയയിൽ പുള്ളിൻ്റെ സീനുകളുണ്ട്. പിന്നെ ക്യാപ്റ്റൻ ക്ലീറ്റസിൻ്റെ ഏരിയ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് രണ്ട് കാലത്തിലും. പിന്നെ സ്വാഭാവികമായും പടത്തിന് ആടിത്തൂവിനേക്കാൾ റൺ ടൈമുള്ള പടമായിരിക്കും. അപ്പം തന്നെ നമുക്ക് ക്യാരക്ടർ എക്സ്പ്ലോറേഷനൊക്കെ കുറച്ചും കൂടി സമയം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷാജി പാപ്പനും സംഘവും ഡ്യൂഡും സംഘവുമെല്ലാം മാറ്റമില്ലാതെ തുടരുന്നു. ഇക്കാലത്തും എല്ലാ കാലത്തും പ്രത്യേകിച്ച് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ അവരുടെ ബേസിക് ക്യാരക്ടർ അതാണ്. അത് മാറുക എന്നുള്ളത്, അത് മാറുന്നിടത്ത് ആട് ഫ്രാഞ്ചൈസ് അവസാനിക്കുകയാണ്. ഷാജി പാപ്പൻ എന്ന് രക്ഷപ്പെടുന്നു അന്ന് ആട് അവസാനിക്കും. അപ്പോൾ അവർ രക്ഷയില്ലാതെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. രക്ഷപ്പെടുത്തില്ല. അതുപോലെ ഒരു സമയത്ത് ഒരു വാർത്ത ആട് 3D-യിലാണ് ഇറങ്ങുന്നത്. അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും ചർച്ച വന്നിരുന്നോ, അതോ അത് മാറ്റിയതാണോ? കറക്റ്റ് ആട് 3D ചോദിക്കലും സൈജോട്ടനോടെ വന്നിരുന്നു. അദ്ദേഹമായിരുന്നു ആട് 3D ചെയ്യാന്നുള്ള പ്ലാൻ വെച്ചത്. ആക്ച്വലി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ആലോചന ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ ഇത്രയും വലുതായി മാറിയതിനു ശേഷം അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എടുക്കാൻ പോകുന്ന ഒരു സമയം അത്യാവശ്യം ദൈർഘ്യമുള്ളതാണ്, ലെങ്തി പ്രോസസ്സാണ്. അപ്പോൾ പിന്നെ എപ്പിക് ഫാന്റസിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞപ്പം ആ ഒരു കോംപ്ലിക്കേഷൻ കൂടി നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ടൈം എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ, 3D കൺവേർഷന് വേണ്ടി മൊത്തം അതിനി തൽക്കാലം വേണ്ടാന്ന് പിന്നീട് തീരുമാനിക്കായിരുന്നു. ഇനീഷ്യലി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അന്ന് സിനിമ ഇത്ര വലുതല്ലായിരുന്നു. റൈറ്റിംഗ് സ്റ്റേജിൽ നമ്മളൊരു ബേസിക് സ്ട്രക്ചറേ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഷൂട്ടും എല്ലാം നീണ്ടുപോയപ്പോൾ 3D എന്നുള്ള പ്ലാൻ സ്വാഭാവികമായും നടക്കാതെ വന്നു. പിന്നെ ഒരു ഡ്രോപ്പ് ചെയ്തു. ഞങ്ങളൊരു കുടുംബമാണ്. ഞങ്ങൾ ആടെന്ന് പറയുന്ന കുടുംബമാണ്. അത് തിരക്കുകളൊക്കെ ആടിന് വേണ്ടി മാറ്റിവെച്ച് വരും എന്ന് വിശ്വസിച്ച് തന്നെയാണ് ഈ പ്രോജക്റ്റിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ തന്നെ ഓരോ ആക്ടറും ഇതിനകത്ത് സഹകരിച്ചിട്ടുണ്ട്. ഇത് അവർക്കും കൂടെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്, അവർക്കും കൂടെ വേണ്ട ക്യാരക്ടറാണെന്നുള്ളത്. പിന്നെ വളരെ മുമ്പ് തന്നെ പ്ലാനിങ് 2024 ഫെബ്രുവരിയിൽ നമ്മൾ അനൗൺസ് ചെയ്ത് അന്ന് തൊട്ട് തുടങ്ങിയ പ്ലാനിങ് ആണ്. ഏകദേശം 8 മാസം മുമ്പ് തന്നെ നമ്മളെല്ലാവരോടും പറഞ്ഞിരുന്നു. ആയിരിക്കുന്ന സൈജു കുറുപ്പ് ഏകദേശം 4 പടം, മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായക നടന്മാരികളാണ്. അദ്ദേഹത്തിൻ്റെ 4 പടം മാറ്റിവെച്ചിട്ടാണ് അരപ്പടത്തിൻ്റെ പൈസയും വാങ്ങിച്ചിട്ട് ഈ പടത്തിന് വന്നിരിക്കുന്നത്. മെന്റൽ ബോണ്ടാണ് ഞങ്ങളെല്ലാവരും തമ്മിലൊരു മെന്റൽ ബോണ്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പണ്ടത്തെ മലയാള സിനിമയാണ് ഫോളോ ചെയ്യുന്നത്. വാക്ക് കൊടുത്തു, വാക്കിന് പിന്നെ മാറ്റമില്ല. പേപ്പറുകളൊക്കെ എന്താണ്, പേപ്പറുകളൊന്നും നമ്മൾ ഈ കുടുംബത്തിലെ ഒരു അംഗവുമായിട്ടൊരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ പേരിൽ ഒരു ചർച്ച അല്ലെങ്കിൽ അസോസിയേഷൻ പോവുക അങ്ങനെയൊന്നും വിചാരിക്കുന്ന രീതിയല്ല. ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും, ആർട്ട് ഫ്രാഞ്ചൈസിലെ ഓരോ അംഗങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. നമ്മൾ ആസ് എ പ്രൊഡക്ഷൻ ഹൗസ് ഈ സിനിമയെ സ്നേഹിക്കുന്ന പോലെ തന്നെ അവരും ആ ക്യാരക്ടേഴ്സിനെ സ്നേഹിക്കുന്നു. എനിക്കറിയാം ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും ഞങ്ങൾ തന്നെ പല സിനിമകളുടെ ഭാഗമായിട്ട് ഈ ഷൈജു ഞാനുമായിട്ട് പോയിട്ടുണ്ട്. ഞങ്ങളെ എന്നെ ഷമീർ സാറെന്നും ഷൈജുവിനെ അബു എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ ചിലപ്പോൾ അറിയാതെ തിരിഞ്ഞു നോക്കാതെ പോകും. അപ്പോൾ ചോദിക്കും ജാടയാണോ, അപ്പോഴാണ് പോകും നമ്മളെയാണല്ലോ വിളിച്ചത് തുടങ്ങി തിരിഞ്ഞു നോക്കുന്നത്. അത്രമാത്രം എന്നോട് ഇന്ദ്രൻസിയുടെ പറഞ്ഞിട്ടുണ്ട്. എത്രയോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോകുമ്പോൾ പലയിടത്തും പോകുമ്പോൾ ശശികലാശാലങ്ങൾ വിളിക്കുന്നതെന്ന്. അപ്പോൾ അതാണ് അതിൻ്റെ, അപ്പോൾ അത്രയും മാത്രം അവർ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സിനിമയായിട്ട് വളരെ വളരെ നല്ല രീതിയിൽ എല്ലാ ആക്ടേഴ്സും ഓരോന്നും, എനിക്ക് ജയസൂര്യ തൊട്ടിട്ട് വേറെ ഒരു സിനിമയും ജയസൂര്യ സിനിമയുടെ സമയത്ത് ചെയ്തിട്ടില്ല. 6 മാസം എന്ന് പറയുന്നത് 10 മാസത്തോളം ഷൂട്ട് പോയി, 10 മാസത്തോളം. അതിനുശേഷം ലുക്ക് ചേഞ്ച് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നേരത്തെ മുതൽ പറഞ്ഞ പോലെ ഹോഴ്സ് റൈഡിങ് പഠിക്കാനായിട്ട് കുറേ സമയം അവരെടുത്തു. അതിൻ്റെ പഴയ കാലത്തെ ഇപ്പം മേക്കപ്പിനും കോസ്റ്റ്യൂമിനും തന്നെ ഓരോ ദിവസവും 1-2 മണിക്കൂറൊക്കെ ഓരോ ക്യാരക്ടേഴ്സിന് എടുക്കാറുണ്ട്. അപ്പം അതിനൊക്കെ ഒരുപാട് സമയം. പിന്നെ ഇവരിട്ടിരിക്കുന്ന കോസ്റ്റ്യൂമൊന്നും അത്ര ഹെവി ലൈറ്റ് വെയിറ്റ് ഉള്ള സാധനങ്ങളൊന്നും അല്ല. ഞാനിടയ്ക്ക് ചോദിച്ചു, ഈ രാജാക്കന്മാരൊക്കെ പണ്ട് ഇങ്ങനെയായിരുന്നു, രാവിലെ എണ്ണീറ്റ് ഇതൊക്കെ ഇട്ട് ഇങ്ങനെയാണോ ഇറങ്ങി നടക്കാറ്? ഈ സാധനം വെച്ചിട്ടാണോ ഇവരൊക്കെ യുദ്ധത്തിന് പോകുന്നത്? ആ തലയിലിരിക്കുന്ന ഹെൽമെറ്റിന്
ഏകദേശം 3 കിലോയോളം ഭാരമുണ്ട്. അപ്പോൾ അത് സ്റ്റെഫി എന്ന് പറയുന്ന ഞങ്ങളുടെ കോസ്റ്റ്യൂം ഡിസൈനർ 5 മാസം കൊണ്ടാണ് ഇതിൻ്റെ പ്രൊക്യൂർമെൻറ്റിന് മാത്രം നടന്നിട്ടുള്ളത്. സ്റ്റെഫി പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. രാജസ്ഥാൻ, ഡൽഹി, നോർത്ത് ഇന്ത്യയിൽ മൊത്തം, അതുപോലെ ഹൈദരാബാദ്, അങ്ങനെയുള്ള പല സിനിമകളിൽ നിന്ന് കൂടാതെ ഇന്ത്യയിലെ വലിയ തമിഴ്നാട്ടിൽ പീരിയോഡിക് സിനിമ ചെയ്തിട്ടുള്ള മറ്റുള്ള കോസ്റ്റ്യൂം ഡിസൈനേഴ്സുമായിട്ടും കൂടെ കൺസൾട്ടൻ്റായിട്ട് വെച്ചിട്ടാണ് നമ്മളത് അവരുടെ നിന്നും കൂടെ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും കഷ്ടപ്പെട്ടാണ് സിനിമ. 10 മാസത്തോളം ഇതിൻ്റെ ഷൂട്ട് നടന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തുമാത്രം ആ ആക്ടേഴ്സ് ഈ സിനിമയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം. സോ ബോണ്ടും കാര്യങ്ങളൊന്നുമില്ല, വാക്കാണ്. ഇവരില്ലാതെ എന്ത് സിനിമ, അതൊക്കെ അവർക്കും അറിയാം. അതായത് ഇതിൻ്റെ കഥ അല്ലേ ഉണ്ടാവുമെന്നും ഇതിൻ്റെ പാർട്ട് 2 ഉണ്ടാവുമെന്നൊക്കെയുള്ള അറിയാം. പിന്നെ ഈ ബാപ്പനൊക്കെ രക്ഷപ്പെടത്തില്ലെന്നൊക്കെ ഇതും ചുമ്മാ ഒരു നമ്പർ അടിച്ചതാ. ഇപ്രാവശ്യം രക്ഷപ്പെടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അല്ല, ഷൂട്ട് നമ്മൾ ഫ്രഷായിട്ട് അത് ചെയ്യണോ? അത് സ്ക്രിപ്റ്റ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യാൻ ഇറങ്ങുന്നത് തന്നെ ഇതിൻ്റെ ഒരു ആദ്യ ഭാഗം, ഒരു 2 സിനിമയിൽ നമ്മൾ ആട് ഫ്രാഞ്ചൈസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യ ഭാഗം ഷൂട്ട് ചെയ്യാം എന്നുകൊണ്ട് ഇന്ന് കരുതി തന്നെയാണ് ഇറങ്ങിയത്. അതിൻ്റെ ഒരു അടുത്ത ഭാഗം വരുന്നതിൻ്റെ ഒരു ചെറിയ പ്രിലൂഡ് മാത്രമാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത ഈ പാർട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ അടുത്ത ഭാഗത്തിൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ തീർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിത് ഇഷ്ടപ്പെട്ടു എന്നൊരു ഗ്രീൻ സിഗ്നൽ തന്നാൽ നമ്മളത് തുടങ്ങുന്നതാണ്, എത്രയും വേഗം തുടങ്ങുന്നതാണ്. എഴുതുന്ന സമയത്ത് ഇത്ര വരുമ്പോ എഴുതി കഴിഞ്ഞ് പിന്നീട് ബോധ്യപ്പെടുത്തുമ്പോൾ ഇത്ര വലിപ്പമുണ്ട്, ഇത്ര പണം ചെലവാകും. ആ സമയം എങ്ങനെയാണ് എഴുതുമ്പോൾ ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നു? ഇത്രയും വലിയൊരു, അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ശമ്പളത്തിന്റെ കാര്യങ്ങളൊന്നുമില്ല, നെഗോസിയേഷന്റെ കാര്യമില്ല. എല്ലാവർക്കും വാരിക്കോരി ശമ്പളം കൊടുത്തേക്കാന്നൊക്കെ കരുതിയാണ് നിർമ്മാതാവ് വരുന്നത്. പക്ഷെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ പ്ലാനെല്ലാം തകിടം പറഞ്ഞത്. കാരണം ബഹുഭൂരിപക്ഷ ശമ്പളവും നമുക്ക് സ്ക്രീനിലേക്ക് കാണിക്കാൻ ആവശ്യമായി വന്നു. അപ്പോൾ ആ വലിപ്പം നമ്മൾ എഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ അതിങ്ങനെ ചലഞ്ചിങ് ആവും നമുക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ജയചേട്ടൻ വേണുചേട്ടനെ കൂടി പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം അങ്ങനെ ഒരു സ്കോപ്പുള്ള ഒരു